السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله الفائزين برضا الله أما بعد. സർവാദരണീയരായ ഉസ്താദുമാർ, മറ്റെൻ്റെ ശബ്ദം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന മുത്തഅല്ലിം സുഹൃത്തുക്കളെ, ദുർവറാട്ടി ജനാധിപത്യത്തിലെ ഒറ്റയാന്മാർക്ക് ചെയ്യാനാകുന്നത് എന്ന സമകാലികപരമായി ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ആ വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി സംസാരിക്കാനാണ് ഞാനിവിടെ ആഗ്രഹിക്കുന്നത്. BJP എക്സ്പോസ്ഡ് ലേസ് ബിഹൈൻഡ് ദ ബുൾഷിറ്റ് എന്ന ടൈറ്റിലിൽ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അന്ന് 19 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ട്രാവൽ വ്ളോഗറുടെ ആദ്യ പൊളിറ്റിക്കൽ വീഡിയോ ആയിരുന്നു അത്. വ്ളോഗറുടെ പേര് ധ്രുവറാട്ടി. തുടർന്നങ്ങോട്ട് രാജ്യം ചർച്ച ചെയ്ത സുപ്രധാന വാർത്തകളെല്ലാം അദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടന്റായി മാറുകയാണ്. രാജ്യത്ത് എല്ലാ പ്രതിരോധങ്ങളും ഞങ്ങളിൽ അതീതമല്ല എന്ന കാഴ്ചപ്പാടിന്റെ അപ്പുറത്ത് വലിയ വെല്ലുവിളി ഉയർത്തുന്നതായിരുന്നു ഇത്തരത്തിലുള്ള ഒറ്റയാന്മാർ. പ്രധാനമായും ആ ഒറ്റയാന്മാരിലേക്കുള്ള ചർച്ചയിലേക്കാണ് നാം സഞ്ചരിക്കുന്നത്. രാജ്യം അനീതിയിൽ മുങ്ങിത്തായുന്ന ഒരു ഘട്ടത്തിൽ പൗരനെ വ്യക്തമായി ബോധ്യപ്പെടുത്തുക എന്ന വലിയ ദൗത്യമാണ് ഇത്തരം പൗരന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യ രാജ്യത്തിന്റെ സംവിധാനങ്ങളെ പണവും ഭീഷണിയും പ്രലോഭനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ദുർബലപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് ഭരണ സംവിധാനം ദിശ മാറി സഞ്ചരിച്ചപ്പോ, മീഡിയകൾ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഭരണീയരുടെ തീരുമാനങ്ങളാൽ പ്രവർത്തനത്തിലേർപ്പെട്ടപ്പോ ഇത്തരം ഒറ്റയാന്മാർ അവരുടെ യഥാർത്ഥ മുഖത്തെ ജനങ്ങൾക്കിടയിലേക്ക് തുറന്നിടുകയാണ്. ധ്രുവറാട്ടിയും രതീഷ് കുമാറും കനയ്യകുമാറും ആകാശ് ബാനർജിയും എല്ലാം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട നാമങ്ങളാണ്. അവയെ നമുക്ക് ഈ നാമത്തോട് ചേർത്ത് ചെയ്യാൻ കഴിയും. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മൾ ഇന്ത്യൻ ജനത എന്ന് പറയുന്ന മഹത്തായ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന, ആ ഭരണഘടനയുടെ ആമുഖമാകുന്ന വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യയിലെ ആ നമ്മൾ ആരാണെന്ന് ഭരണം നയിക്കുന്നവർ തീരുമാനിക്കുന്നിടത്തേക്ക് വരെ ഭരണ സംവിധാനത്തിന്റെ ചാലക ശക്തിയെ വളച്ചൊടിക്കുമ്പോഴാണ് ഈ രാജ്യത്ത് എത്രമാത്രം ഫാഷിസത്തിന്റെ അതിർവരമ്പുകൾ ഇവിടെ വേരൂന്നി എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ് ഫാഷിസം ഇത്രമാത്രം ഈ രാജ്യത്ത് വേരൂന്നുന്നത്? ഇവിടെ ശബ്ദിക്കാൻ നേരുള്ള, ശബ്ദിക്കാൻ കെൽപ്പുള്ള ഒരു വ്യക്തിത്വം പിറക്കുന്നില്ല എന്നതുകൊണ്ടാണ്. പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രം പരിശോധിച്ചാൽ ഇത്തരത്തിലുള്ള അവസ്ഥകൾ നമുക്ക് നമ്മളിൽ നിന്നും മാറി നിൽക്കും. കാരണം തന്റെ ശരീരത്തെയും തന്റെ ആശയങ്ങളെയും ജനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച മുൻഗാമികളുടെ ചരിത്രങ്ങളാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള മുൻഗാമികളുടെ ചരിത്രങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുടനീളം നാം പകർത്തേണ്ടത്. ഒരു നിലപാടിനെ കുറിച്ച് നിങ്ങളിലേക്ക് ഞാൻ സൂചിപ്പിക്കുന്നു. ലോക ചരിത്ര കലാകാരന്മാരിൽ ഇടം പിടിച്ച പിക്കാസോയുടെ നിലപാടുണ്ട്. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്താണ്? എന്റെ കൈകാലുകൾ വരിഞ്ഞു മുറുക്കി നിങ്ങൾ എന്നെ ഒരു കാരാഗ്രഹത്തിലേക്ക് വലിച്ചെറിഞ്ഞാൽ പോലും ആ കാരാഗ്രഹത്തിന്റെ ഭിത്തികളിൽ ഞാൻ എന്റെ നാവ് കൊണ്ട് നക്കിയിട്ടെങ്കിലും എന്റെ നിലപാടാകുന്ന ചിത്രം വരെ തുടരുമെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ഇത് ആ ലോക ചരിത്ര കലാകാരന്മാരിൽ ഇടം പിടിച്ച പിക്കാസോയുടെ നിലപാടാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ നിലപാടിൽ ഒരു ഊർജ്ജസ്വലതയുണ്ട്. ആ നിലപാടിനെ അനുധാവനം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തെ, അദ്ദേഹത്തിന്റെ കലാത്മകതയെ അദ്ദേഹം മുന്നോട്ട് കൊണ്ട് നയിക്കുമ്പോൾ തന്റെ മുമ്പിൽ വന്നു പണയുന്ന പ്രയാസങ്ങളെ, പ്രശ്നങ്ങളെ യഥാവിധം തട്ടിമാറ്റാൻ അദ്ദേഹത്തിന് സാധ്യമാകുന്നത് അത്തരം നിലപാടുകൾ അദ്ദേഹം സ്വീകരിക്കുന്നതിലൂടെയാണ്. ആ ഒരു നിലപാടിന്റെ ഓരം ചേർന്നുകൊണ്ടാണ് ഈ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ പൗരനും ജീവിക്കേണ്ടതെന്ന ബോധ്യമാണ് ധ്രുവറാട്ടിയിലൂടെ നമ്മൾ ഓരോ ദിവസവും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്. ഫാഷിസത്തിന്റെ നെറുകയിലിരുന്ന് അശാസ്ത്രീയമായ ഭരണ സംവിധാനങ്ങളെ കാഴ്ചവെക്കുമ്പോ ആർക്കാണ് വായ മിണ്ടാതിരിക്കാൻ കഴിയുന്നത്? വായടച്ചു പിടിച്ചുകൊണ്ട് മിണ്ടാതിരിക്കാൻ ജനാധിപത്യത്തോട് കൂറുള്ള ആർക്കാണ് സാധ്യമാകുന്നത്? ഇല്ല. ഈ രാജ്യത്ത് ജീവിക്കുന്ന നാം, ഈ രാജ്യത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നവരാണ് ഇവിടത്തെ ഭരണം നയിക്കുന്നവർ. ആ ഭരണം നയിക്കുന്ന രാജ്യത്തിന്റെ നേതാക്കന്മാരെ അനുധാവനം ചെയ്യുന്നത് രാജ്യത്തോടുള്ള അനീതിയുടെ പേരിലാണെങ്കിൽ അവരെ പിന്തുടരാൻ നമ്മുടെ പൂർവ്വപിതാക്കന്മാരും നമ്മോട് ആരും പഠിപ്പിച്ചിട്ടില്ല. അംബേദ്കറിന്റെ പേരിൽ ഈയിടെയായി ചില പരാമർശങ്ങൾ ഉന്നയിക്കുകയുണ്ടായി.
ഇതെല്ലാം എന്തിന്റെ പേരിലായിരുന്നു? ഈ രാജ്യത്തെ ഏകാധിപത്യത്തിലേക്ക് കൊണ്ടു നയിക്കുക എന്നതിന്റെ പേരിൽ ഇവിടത്തെ ഫാഷിസത്തിന്റെ ചിന്തമൂത്ത ഭരണകർത്താക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യാമോഹങ്ങളാണ്. അത് ഈ ജനാധിപത്യ രാജ്യത്തിൽ പ്രാവർത്തികമല്ല എന്നത് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ, ഞാൻ എന്റെ ഭാഷണം അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.